മഴ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉപ്പ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാല് നമ്മളെ വീടിന്റെ ഉമ്മറന്നല്ല, നമ്മുടെ ചെടികളും പച്ചക്കറികളും ഒക്കെ വെച്ചിരിക്കുന്നതിന്റെ സൈഡിലും ഒക്കെ നിറയെ വെള്ളം നിന്നിട്ടുണ്ട്. ഒരുപാട് മണ്ണിട്ടതായിരുന്നു വേനൽ സമയത്ത്. എന്നാലും ഇപ്പോഴും വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോ പപ്പായ തൈ ഒരെണ്ണം മൂടോടെ വീണിട്ടുണ്ട്. നിറയെ വെള്ളം കണ്ട. പിന്നെ മാവൊക്കെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അതൊക്കെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെയ്യണം. മഴ തോർന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞ ആൾക്ക് പറ്റില്ല, ധൃതി കൂടുതലാ. അപ്പോ ഞാനും കുറെ ദിവസമായി പുറത്തിറങ്ങിയിട്ട് ഇന്നിപ്പോ ഒരാശ്വാസം തോന്നിയപ്പോ ഇറങ്ങിയാണ്. അപ്പൊ നേന്ത്രവാഴ തൈയായിരുന്നത്, അതും മൂടോടെ പോകുന്നുണ്ടായിരുന്നു. അതും കുഴിച്ചിടണം. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച്. എന്നുവെച്ചാല് ഇപ്പൊ കുക്കിംഗ് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റണില്ലല്ലോ, ഒരു കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. പിന്നെ ഷഫിനെ തിരക്കിട്ട് ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ചെന്നാലും ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കാറില്ല. ഉപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടപ്പോ ഞാൻ അത് തന്നെ എടുക്കാന്ന് വിചാരിച്ച് വാഴൊക്കെ നല്ല സ്റ്റൈലിലൊക്കെ കുഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ കപ്പ കണ്ട മൂടോടെ പിഴുതു പോന്നാണ്. അപ്പൊ കപ്പ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടാ. അത് ഇത്രയും ആയിട്ടുള്ളത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, കഴിക്കൂലേ. അപ്പൊ അത് വെറുതെ കളയേണ്ടി വരും. പിന്നെ നമ്മളെ ചെടികളൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് നിക്കണ്. പിന്നെ മുറ്റൊക്കെ ചീത്തയായിരിക്കണ്. എന്ന് വെച്ചാല് മുന്തിരി ടൈമെന്ന് നിറയെ ഇല വീണ് ആകെ ചീത്തയായിട്ടുണ്ട്. ഈ കപ്പം വരാൻ നിൽക്കണോടൊന്നും വെള്ളം കയറിയിട്ടില്ല കേട്ടാ. അവിടെ ഓക്കെയാണ്, നല്ല പൊക്കത്തിലുള്ള മണ്ണുണ്ട് ഒരു സൈഡില്, അതുകൊണ്ട് അതൊന്നും ചീത്തയായിട്ടില്ല. പിന്നെ ചാമ്പക്ക വിരിഞ്ഞപ്പോഴും ഉപ്പ അതിന്റെ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞത്. അതുകൊണ്ട് ആ ചാമ്പക്കയും കൂടെ ഇല്ലാണ്ടായി പോയി. അത് കണ്ടുണ്ടായില്ല ചാമ്പക്ക വിരിഞ്ഞത്. നിറയെ ഇങ്ങനെ ഇല വന്നപ്പോ ആള് വെട്ടിക്കളഞ്ഞ്. പിന്നെ വാഴക്കൊലകളൊക്കെ ഉണ്ട്, അതിനൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനത്തെ മഴയിൽ പോകുമെന്നറിയില്ല കേട്ടാ. നിറയെ ചവറൊക്കെ കണ്ട. ഇനി ഇതൊക്കെ വൃത്തിയാക്കണമെങ്കിൽ മുറ്റം നന്നായി ഉണങ്ങിയതിന് ശേഷമല്ലേ പറ്റുള്ളൂ. അപ്പൊ ബിന്ദു വരുമ്പോ അങ്ങനെ ചെയ്യിക്കും, അല്ലെങ്കിൽ ഷഫ്നാക്ക് പാടുള്ള പോലൊക്കെ ചെയ്യും. എനിക്കിപ്പോ ഒന്നിനും പറ്റില്ലല്ലോ. ഡ്രാഗൺ ഫ്രൂട്ടുമ്മല് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വിരിയുമ്പോ കാണിച്ചു തരാം. അപ്പൊ ഉപ്പാക്ക് ഒരു പേരക്ക കിട്ടി, പേരക്ക മരത്ത് വന്ന്. അതൊക്കെ ഞങ്ങൾക്ക് ചെത്തി തന്നു. പിന്നെ അകത്ത് കയറിയപ്പോ പിള്ളേര് ക്യാരം ബോർഡ് കളിക്കുന്നുണ്ടപ്പോ അതിന്റെ ഒപ്പം ഇരുന്ന് കുറച്ചു നേരം ഉപ്പ കളിച്ചു. അത് കഴിഞ്ഞ് കടയിൽ പോകാൻ വേണ്ടി പോയി. പിള്ളേർക്ക് ഇനി 2 ദിവസമല്ലേ ഉള്ളോ കളിക്കാനായിട്ട്. അപ്പൊ കുറച്ചു നേരം ഞാനും അത് നോക്കിയിരുന്നു. ഇതൊക്കെയാണ് എന്റെ വീട്ടിലെ വിശേഷങ്ങള്. ഇനി മറ്റു വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം ഇൻഷാ അള്ളാ.